പോകാനുള്ള കപ്പിത്താൻ്റെ യോഗ്യത പ്രിയപ്പെട്ട പാണക്കാട് തങ്ങൾക്കുണ്ട് എന്നതുകൊണ്ടാണ് പൊതുസമൂഹം പാണക്കാടിനെ അംഗീകരിക്കുന്നതും സ്വീകരിക്കപ്പെടുന്നതും. ആരൊക്കെ അതിൻ്റെ മഹത്വം താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും ഉത്തരോത്തരങ്ങളിലേക്ക് അത് വളർന്നുകൊണ്ടേയിരിക്കും എന്നത് സമൂഹം ബോധ്യപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ട ഹാരിസ് ബീരാനെ സെലക്ട് ചെയ്യാൻ തങ്ങൾ മുന്നോട്ട് വന്നത് നമ്മളൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു മുസ്ലിം ലീഗിൽ കേരളത്തിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന്. പക്ഷെ തങ്ങൾ പറഞ്ഞു ഒരു പുതുമുഖം വരാൻ പോകുന്നു, ഒരു പുതുമുഖത്തെ പ്രതീക്ഷിച്ചയോട് ഒരു പുതുമുഖത്തെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് പുതുമുഖം മാത്രമല്ല, ഒരു പൊതുമുഖം കൂടിയായി ഈ സമൂഹത്തിൽ എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്ന, മുസ്ലിം സംഘടനകളുടെ ഇടയിൽ എല്ലാവർക്കും സ്വീകാര്യനായ, മതേതര ഇന്ത്യയുടെ സകലമാന ന്യൂനപക്ഷ സമൂഹത്തിനും സ്വീകാര്യനായ, നല്ല നിയമജ്ഞാനമുള്ള, പാർലമെൻറ്റിൽ രാജ്യസഭയിൽ അനുഗ്രഹീതമായി ഈ ന്യൂനപക്ഷ സമൂഹത്തെ പ്രതിനിധീകരിക്കാൻ കൽപ്പറ്റ വിധത്തിൽ പ്രിയപ്പെട്ട ഹാരിസ് ബീരാൻ എന്ന യുവത്വത്തിൻ്റെ പ്രസരിപ്പോടുകൂടി പാറ്റിത്തെളിഞ്ഞ കപിൽ സിബിൻ്റെയും ഒക്കെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ അനുഭവത്തിൻ്റെ സമ്പത്തിൽ ഈ രാജ്യം, ഇന്ത്യ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെ. വരും നാളുകളിൽ അദ്ദേഹം ഈ ന്യൂനപക്ഷ സമൂഹത്തിൽ പ്രവർത്തിക്കുമെന്ന വലിയ വിശ്വാസം നമുക്കുണ്ട്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, മഹാനായ ശൈഖുന ശംസുൽ ഉലമ, സമസ്തകല ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശംസുൽ ഉലമ, സൈഡ് സാഹിബിൻ്റെയും ബഹുമാന്യനായ ZR അൻസാരിയുടെയും ബനാത്ത് വാലയുടെയും സാഹിബിൻ്റെയും ഒക്കെ കൂടെ നിന്ന് നിയമപരമായ പല കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് ശരീഅത്തിൻ്റെ കാര്യത്തിലും ബാബരി മസ്ജിദിൻ്റെ പ്രശ്നത്തിലുമൊക്കെ ഇടപെട്ട ഒരു പാരമ്പര്യത്തിൽ നിന്ന് സമസ്തയുടെ അനുഗ്രഹീതമായ ഒരു ശബ്ദം കൂടിയായി മാറാൻ അവർക്കൊക്കെ സാധിച്ച പോലെ പ്രിയപ്പെട്ട ഹാരിസ് ബീരാൻ സാറിനും സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ അബ്ദുസ്സമദ് സമദാനി സാഹിബിൻ്റെയും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെയും പ്രിയപ്പെട്ട വഹാബ് സാഹിബിൻ്റെയും കൂടെ വലിയൊരു ശക്തമായി മുന്നേറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം കൃത്യതയോടെ, വ്യക്തതയോടെ, സുതാര്യതയോടെ പടച്ച തമ്പുരാനെ ഭയപ്പെട്ടും ഇന്ത്യൻ ഭരണഘടനയോട് പൂർണ്ണമായി വിധേയപ്പെട്ടും തൻ്റെ ഓരോ നീക്കവും മുന്നോട്ട് പോകാൻ ജഗന്നിയന്താവായ തമ്പുരാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്തയുടെയും സുന്നി യുവജന സംഘത്തിൻ്റെയും എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ പൗരാവലിയുടെ സ്വീകരണത്തിന് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാം.